ശരണ്യ, ഇന്നെന്താണ് നമ്മുടെ കൂട്ടുകാർക്ക് കാണിക്കാൻ പോണ വീഡിയോ? അതാണ് ഇന്നത്തെ വീഡിയോ. എന്താ കൂട്ടുകാരെ, നല്ല അടിപൊളി സിലോപ്പിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ സിലോപ്പി നമ്മുടെ ശരണ്യ കൂട്ടത്തില്ല അല്ലേ? അപ്പൊ എനിക്ക് കണ്ട ശരണ്യക്ക് ചൂര. ഇന്ന് സിലോപ്പി പൊള്ളിച്ചതോ അല്ലേ? കൂട്ടുകാരെ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഇത് വെട്ടണ ഭയങ്കര പാടാണ് അല്ലേ? അപ്പൊ അമ്മയും മകളും കൂടി ഇത് വെട്ടിയെടുത്ത് അത് ചിരിച്ചണ്ടൊക്കെ ഇരുന്ന് വെട്ടത് പാടാന്ന് പറയുന്നത്. കൂട്ടുകാരെ, അങ്ങനെ പതിവ് പോലെ ശരണ്യ ഇരുന്ന് മീൻ വെട്ടാൻ തുടങ്ങി. അമ്മ അവിടെ അതേ കഞ്ഞി ഏതാണ്ടൊക്കെ വെക്കുന്നുണ്ട്. പെട്ടെന്ന് വെട്ടാനുള്ളത് എന്തെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് വെട്ടാനുള്ളത് വെട്ടി മേടിച്ചോണ്ട് വരുന്നത്, അതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇതിന്റെ ചെതുമ്പലി കളയുന്നൊരു സാധനം ഉണ്ടല്ലോ ശരണ്യ, അതെ അമ്മ ഒന്നുണ്ട്. ശരണ്യ, അങ്ങനെ ചെയ്യണ്ട, എനിക്കത് പേടി വന്നി. അമ്മ ഇതൊന്ന് വെട്ടി കൊടുക്കണം കേട്ടാ. എന്നാ കൂട്ടുകാർ, ഇതൊക്കെ ഒന്ന് വെട്ടി എടുത്തിട്ട് കാണിക്കാം. കാരണം 4 സിലോപ്പി ഉണ്ട്, ശരണ്യ അമ്മയും ഉണ്ട് ഇതിന് വേണ്ടിയല്ലേ. ഇനി ശനി ഈ 12 മണിക്ക് ചെന്ന എവിടെയാണ് വെട്ടി കിട്ടുന്നത്? നിങ്ങൾ രാവിലെ പോയി മേടിക്കണായിരുന്നു. അതെ, പെട്ടെന്ന് വെട്ടി തരുമായിരുന്നു. മറ്റേ അമ്മ ചെതുമ്പലി കളയാൻ ഒരു സാധനം ഇവിടെ ഉണ്ടല്ലോ, അതൊന്ന് എടുത്തോണ്ട് വന്ന്. അത് സൂപ്പർ ആയിരിക്കും അല്ലേ ശരണ്യ? ഇതൊക്കെ ഒന്ന് നോക്കിയല്ലേ, അത് കണ്ടൊന്ന് അടിപൊളിയായിരിക്കും ഞാൻ പറയാണ്. സംഭവങ്ങൾ പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, കാണല്ലോ ചിലപ്പോഴല്ല അവിടെ തന്നെ നമുക്കൊരു തൃപ്തിയായിട്ട് മീൻ വെട്ടുണ്ടായോ, അത് പറ്റിയല്ലേ? പറ്റത്തില്ല. നമ്മളെ മീൻ വെട്ടുമ്പോ നല്ല അമ്മയിലേ കൊണ്ടുവന്നുണ്ട് കവറിലാക്കി എല്ലാ സാധനവും ഇങ്ങോട്ട് കൊണ്ടുപോവാ. അത് രണ്ടും കാണിച്ച അല്ലാതാണ് ചെതുമ്പലി കളയാൻ. കണ്ടാ കൂട്ടുകാരെ, അങ്ങനത്തെ ചെതുമ്പലി കളഞ്ഞോണ്ടിരിക്കണം. ഇതുകൊണ്ടൊന്നും അങ്ങനെ ഈ പറയണ പോലത്തെ അല്ലേ? അടിപൊളിയാ. കണ്ട കൂട്ടുകാരെ, ഇതൊക്കെ കാണുമ്പോ ഏതാണ്ട് മൊത്തം പോകുമെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് മേടിച്ചത്. പിന്നെ ശരണ്യൊക്കെ എളുപ്പമാകുമെന്ന് ഓർത്തല്ലേ നമ്മൾ ഇതൊക്കെ മേടിക്കണം. അതിങ്ങനെ നേരെ വെക്കണം ശരണ്യ, അങ്ങനെ വെച്ച് മൊത്തത്തിൽ, എന്നാലേ അത് കൊണ്ട് പ്രയോജനമുള്ളൂ. തുമ്പ് മാത്രമല്ല. പോയി അല്ലേ? സംഭവം ശരിയാണ് കേട്ടോ, പോകും. അപ്പൊ കൂട്ടുകാരെ, ഇതെല്ലാം വെട്ടിയിട്ടൊക്കെ കാണിക്കാം അല്ലേ? അല്ലെങ്കിൽ ഇത് വീഡിയോ ഒത്തിരി വലുതായി പോകും. ക്യാമറ വരെ ഈ ചെറുമ്പളി തെളിക്കും. അപ്പൊ ശരി, അമ്മ അതുകൊണ്ട് ചെയ്യാൻ പോണം. അതൊന്നും കൊണ്ട് നോക്കിക്കാ ശരണ്യ. ഒരു വശം അടുത്ത സാധനം എടുത്തിരിക്കുന്ന ശരണ്യ. അല്ല, തിരിച്ച് അത് പോണുണ്ടല്ലേ? ചെതുമ്പലുള്ള വശത്ത് മറുവശം ചെയ് പോണുണ്ട്. അത് കൊള്ളാം അല്ലേ? ഏതായാലും ഇതൊക്കെ വെട്ടിയിട്ട് കൂട്ടുകാരെ കാണിച്ചു തരാം. മേടിച്ച സാധനം എല്ലാം കളിപ്പിക്കില്ലെന്നാണ് നമ്മുടെ ശരണ്യ പറയണത്. ചിലവർക്ക് എളുപ്പമായിരിക്കും, പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് പാടായിരിക്കും. ആണല്ലേ? നമുക്ക് അറിയാൻ മേല. അതിന് നല്ലൊരു ഉപ്പും പുളിയും വരുത്തി തേക്കുന്നേ. എന്നാ അത് തേച്ചിട്ടൊക്കെ നമുക്ക് കാണിക്കാം കൂട്ടുകാരെ. പിന്നെയും കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ശരണ്യ. എനിക്ക് കഴുകണം. അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പൊ കൂട്ടുകാരെ കണ്ട, അതെ വീണ്ടും വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ 3 സിലോപ്പിയ എടുക്കുന്നുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ മുളക് പൊടി. അപ്പൊ നമ്മുടെ അമ്മ തേങ്ങ ചിരണ്ടണ സൗണ്ടാണ് കേട്ടോ ഇത് കേൾക്കുന്നത്.
അങ്ങനെ കണ്ട ഇച്ചിരി മുളക് പൊടിയൊക്കെ അങ്ങോട്ട് ഇച്ചിരി എന്ന് വെച്ചാൽ ശരണ്യൊക്കെ അറിയാലോ, ശരണ്യൊക്കെ മുളക് പൊടിയുടെ ആശാട്ടിയാണ് ശരണ്യ. കാരണം എൻ്റെ കൂട്ടുകാരെ എനിക്ക് പേടിയാണ് ഈ സാധനം. ആ അപ്പം ഇങ്ങനെ അതെ ഇച്ചിരി ഉപ്പ് പൊടിയൊക്കെ അതുമേലായിട്ട് തൂളി ഇല്ല എന്തോ ഒക്കെ എടുക്കണുണ്ട്. ആ വെള്ളം എടുത്തോണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ കല്ലത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ജാറിലുണ്ടല്ലോ. ആ അപ്പൊ അതെന്നാന്ന് പറഞ്ഞു കൂട്ടുകാരെ കാണിച്ചില്ല. ആ മിക്സിയിലിട്ട് ചതച്ച് കൂടിപ്പോയാ. അപ്പൊ കൂട്ടുകാർ ചെയ്യുമ്പോ ഇത്രയും ചതക്കണ്ടല്ലേ, മൊത്തം പറ്റി ശരണ്യ. അപ്പം അങ്ങനെ അതെ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് തിരുമ്മി എടുക്കണം. എന്നാണ് ശരണ്യ? ആ എന്നാ ഇതൊക്കെ ഒന്ന് പെരിട്ടിട്ടൊക്കെ കാണിക്കാം അല്ലേ? ആ അതെ അമ്മ സഹായിക്കാം. ആ നീറ്റലെടുക്കും അല്ലേ? അപ്പൊ കൂട്ടുകാരെ ഇത് കണ്ടത് ഇങ്ങനെ ഒന്ന് ഇതുമേലെ എല്ലാത്തിലും തേച്ച് പിടിപ്പിക്കണം. അതാ തേച്ച് പിടിപ്പിച്ച് ഇട്ടൊക്കെ കാണിക്കാം അല്ലേ? അപ്പൊ കുട്ടികളുടെ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പറ്റി വന്നിട്ട് വേണം പുളിയിടാൻ. അതെ അപ്പൊ ഇതില് പച്ചമുളകൊക്കെ ഇട്ടായിരുന്നു. ഒന്ന് തിളച്ച് കഴിയുമ്പോ നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ആ ഇത് ഇനി നന്നായിട്ട് പറ്റണം അല്ലേ? പറ്റിയിട്ടൊക്കെ കാണിക്കാം. ശരണ്യ അല്ലേ അടപ്പേ വെച്ചാ പിന്നെ? ആ അതാണ്. ആ ഇത് റെഡിയായ കൂട്ടുകാരെ അതേ കണ്ടതേ നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ പറ്റിയപ്പോ. ആണോ? അങ്ങനെ തേങ്ങാപ്പാൽ കൂടിയൊക്കെ ഒഴിച്ചോണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയാണ്. പിന്നെ തേങ്ങാപ്പാലിൽ കുളിപ്പിച്ച് ഇനി ഇതൊന്ന് പറ്റിക്കണം അല്ലേ? ചുറ്റിക്കണം. ചുറ്റിക്കണുണ്ട് അമ്മ. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇല്ല അപ്പൊ ഇനി ഇതൊന്നുകൂടി പറ്റട്ടെ അല്ലേ? ശരണ്യ എന്താണ് അമ്മയും കൂടിയൊക്കെ എന്ത്? ആഹാ അടിപൊളിയാണല്ലേ. ഇതന്നെയാണ് പച്ചമുളകൊക്കെ അതില് കാന്താരിയൊക്കെ കിളുത്തു നിൽക്കുന്നതായിട്ടാണല്ലോ. വറുത്തമീൻ കാണാനേ ഇല്ല ഇതില്. ആ നമ്മുടെ മീനെന്തേ കണ്ടാ കൂട്ടുകാരെ അങ്ങനെ അതെ പൊള്ളിച്ചതൊക്കെ അങ്ങനെ സെറ്റായി. പൊള്ളിച്ചത് ഞങ്ങൾ വേറെ വീട്ടിൽ ചെയ്യാൻ പോവാം. ഇനിയാ ഇനിയും ചെയ്യാനുണ്ടോ? ചില പണിയും കൂടെ ഉണ്ടായിരുന്നു. അതിനുണ്ടോ? അതും കൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം. തന്നെയാ അല്ലേ? എടുത്തു. ഈ വാഴയില വെക്കണമെന്നാണോ ഈ പറഞ്ഞത്? ഒരു കാര്യം കൂടി ചെയ്യാൻ നല്ലതല്ലേ? അതിനു വേണ്ടിയാണ് അമ്മയും മകളും കൂടി ഇത് വാഴയിലാട്ടാക്കിയത്. ആഹാ കണ്ടാ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ സിലോപ്പി വാഴയിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അമ്മ അതിൽ നിന്നൊക്കെ കുത്തിപ്പറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ ആര് ടേസ്റ്റ് ചെയ്യും? ആണോ? നമ്മുടെ അച്ഛനെയും വിളിക്കാം. നമ്മുടെ അച്ഛൻ വീഡിയോയിൽ ഇന്ന് വന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാ അച്ഛൻ അരിയാനൊന്നും ഇല്ലാത്ത കൊണ്ടാ മറ്റാണ് അച്ഛൻ വരാഞ്ഞെന്ന് തോന്നുന്നു. ആ ദേ കണ്ട. ഓ അത് മേടിക്കുകയാണ്. കൂട്ടുകാരെ അടിപൊളിയാണിത്. സൂപ്പർ അടിപൊളിയായിട്ടാണ് പൊള്ളിച്ച് വെച്ചിരിക്കണം. കണ്ട ഇത് കാണുമ്പോ തന്നെ അറിയാലോ നമ്മുടെ സിലോപ്പി പൊള്ളിച്ചതും അതുപോലെ സിലോപ്പി വറുത്തതും. ഓ അടിപൊളിയാണ് കൂട്ടുകാരെ. ഇന്ന് ഈ ഒരു കറിയുടെ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളല്ലേ? തക്കാളിക്കറി വെക്കണുണ്ടല്ലേ? അതാണ് ആ പുറകെ ഇരിക്കണത് അല്ലേ? കൊതിപ്പിക്കാന്. ആഹാ അല്ലെ ശരണ്യ കഴിക്കുകയല്ല. അതാണ് ഈ പറയുന്നത്.
അതെ ടേസ്റ്റ് ചെയ്ത് നോക്കെന്ന് പറഞ്ഞതാണ് കൊതിപ്പിച്ച് കാണിച്ചത്. എന്റെ ദൈവമേ, ശരണ്യയുടെ ഒരേ വാക്ക്. ഷിജിമോൻ തന്നെ ഇന്ന് അതിന്റെ ടേസ്റ്റ് ഞാൻ തന്നെ ചെയ്യണം. ശരണ്യ ഇത് ടേസ്റ്റ് തിലോപ്പി വറുത്താലും കഴിക്കില്ല, പൊളിച്ചാലും കഴിക്കത്തില്ല, കറി വെച്ചാലും കഴിക്കത്തില്ല. അതിനു വേണ്ടി ശരണ്യക്ക് നമ്മള് ഇവിടെ ചൂര മേടിച്ചിട്ട് വന്ന് അതും അടപ്പത്തിരിപ്പുണ്ട്. തക്കാളിക്കറി ഉണ്ട്. അപ്പൊ ഇത് ഷിജിമോൻ തന്നെ കാണിക്കാം. ശരി, ഞാൻ തന്നെ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാന്ന് വെച്ച്. അച്ഛനും ചെയ്യുന്നില്ല, അമ്മയും ചെയ്യുന്നില്ല. എന്നാലും നിങ്ങളവർക്ക് ഈ വീഡിയോ എടുക്കണം. ആരാന്ന് വീഡിയോ നമ്മുടെ കണ്ണപ്പനാണ് എടുക്കണത്. അപ്പൊ നമുക്കിതൊന്ന് ചെയ്തേക്കാം. അങ്ങനെ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അതെ നമ്മുടെ വറുത്തത് കണ്ട എല്ലാം ഇട്ട് മൂടിയൊക്കെ വെച്ചിരിക്കുക. ഇല്ലേ എന്റെ ദൈവമേ. അപ്പൊ വറുത്തത് ഏതായാലും ഞാൻ കഴിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തേക്കാം. ഇതിന്ന് ചൂടുണ്ടല്ലോ ശരി. പിന്നെ ഇപ്പൊ അടുപ്പേനെടുത്തത് പിന്നെ ചൂട് വരത്തില്ലേ. അപ്പൊ അതെ സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പറയണമെന്നറിയാമല്ലോ. ഞാനിങ്ങനെയൊക്കെ ഇങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വീഡിയോയിൽ എല്ലാവരും കഴിക്കണ കണ്ടിട്ടുണ്ട്. സത്യം പറയല്ല, അടിപൊളി സാധനമാണ്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യണം. കാരണം നമ്മുടെ പാവങ്ങളുടെ ഒരു മീനാണ് ഈ സിലോപ്പി. കാരണം കരിമീൻ മേടിക്കാൻ കാശ് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. 100-600 രൂപ വിലയാണ് ഇപ്പം ഇവിടുത്തെ രീതിക്ക്. അതിൽ കൂടാനേ വഴിയല്ല. അപ്പം കരിമീൻ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മീനാണ് സിലോപ്പി. അപ്പൊ കഴിച്ചു ഇവരാരും കഴിക്കണമെന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ഇതുപോലെ നിങ്ങൾ എല്ലാരും ചെയ്യണം. ഞങ്ങളുടെ ഈ വീഡിയോ അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ വീഡിയോ ഇത്ര ഉള്ളു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെ. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.